ഏറെ ബഹുമാനായ ഈ മഹത്തായ ക്യാമ്പയിൻ്റെ അധ്യക്ഷൻ, സൗത്ത് വിഷൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ ബിനു പി, ഇവിടെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റ് ശ്രീ പ്രവീൺ മോഹൻ, ഇവിടെ വിഷയം അവതരിപ്പിച്ച സൗത്ത് വിഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ബിനു ശിവദാസ്, ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച ഫിനാൻസ് ഡയറക്ടർ സൗത്ത് വിഷൻ്റെ ശ്രീ സുരേഷ് ബാബു, എനിക്ക് ശേഷം ഇവിടെ ആശംസകൾ അർപ്പിക്കുവാനായി വേദിയിലുള്ള ബഹുമാനായ വ്യാപാരി വ്യവസായി സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്രീ ആർ രാധാകൃഷ്ണൻ, വ്യാപാരി വ്യവസായ സമിതിയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ മഞ്ജു സുനിൽ, ഭാരതീയ വ്യാപാരി വ്യവസായി സംഘിൻ്റെ ജില്ലാ ട്രഷറർ ശ്രീ ഹരീഷ് തെക്കടം, യുണൈറ്റഡ് മർച്ചൻ്റ് ചേംബറിൻ്റെ ജില്ലാ സെക്രട്ടറി ശ്രീ ഓസ്റ്റിൻ ബെനൻ, ഇവിടെ വേദിയിലുള്ള കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ മറ്റ് ഭാരവാഹികളായിട്ടുള്ള ശ്രീ നൗഷാദ്, ശ്രീ അനിൽകുമാർ, ശ്രീ ഷാജൻ, ശ്രീ മുരളീകൃഷ്ണൻ, ശ്രീ സുരേഷ്, ശ്രീ കുര്യാക്കോസ് വൈദ്യർ, ശ്രീ മുരളീധരൻ പിള്ള, ഈ യോഗത്തിന് കൃതജ്ഞത അർപ്പിക്കുന്ന ശ്രീ താജ് ഗോപാൽ, ഏറെ ബഹുമാനായ ഈ സദസ്സിനെ സമ്പുഷ്ടമാക്കുന്ന ഏറെ ബഹുമാനായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നാളിതുവരെ ഒരു വിഭാഗവും കൈവയ്ക്കുവാൻ മുതിർന്നിട്ടില്ലാത്ത ഒരു മേഖലയിലേക്ക് സൗത്ത് വിഷൻ അത് കൈവച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുന്നതിനായി ഒരു വലിയ ദൗത്യമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്നല്ല, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ വിനാശകരമായ ഒരു വിഷയം, അത് അതിൻ്റെ ഗൗരവത്തിലെടുക്കാത്ത സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിലേക്ക് അതിൻ്റെ ഗൗരവം കൊണ്ടുചെന്നെത്തിക്കുന്നതിന് വേണ്ടി സൗത്ത് വിഷൻ ഏറ്റെടുക്കുന്ന ഈ ദൗത്യത്തിൽ 100% കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും അതിൻ്റെ പ്രവർത്തകരും നിങ്ങളോടൊപ്പം ഏതറ്റം വരെയും ഉണ്ടാകുമെന്ന് ആദ്യമേ തന്നെ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നമ്മുടെ നിലനിൽപ്പിൻ്റെ അതായിട്ടുള്ള ഒരു ആവശ്യം അടങ്ങുന്ന ഒരു ഘടകമാണ്. നിലനിൽപ്പാണ് നമുക്കെല്ലാവർക്കും ആദ്യമായി വേണ്ടുന്നത്. വ്യാപാരി സമൂഹം ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു വ്യാപാരത്തിൻ്റേതായിട്ടുള്ള സ്ഥിതി, ഇന്ന് കേരളത്തിൽ സാധാരണക്കാരായിട്ടുള്ള ചില്ലറ വ്യാപാര രംഗത്ത് നിൽക്കുന്ന ആളുകളൊക്കെ അവരെ സമ്പത്തിൻ്റെ വലിപ്പം കൂട്ടുവാൻ വേണ്ടി വ്യാപാരം തൊഴിലായി സ്വീകരിച്ചവരോ അല്ലെങ്കിൽ അതൊരു ഹോബിയായി കണ്ടവരോ അല്ല, മറിച്ച് ജീവിക്കുവാനുള്ള മാർഗം കണ്ടെത്താൻ വേണ്ടി വ്യാപാരത്തെ തൊഴിലായി സ്വീകരിച്ചവരാണ്. അത്തരക്കാരോടാണ് ലോകത്തെ ഏറ്റവും വലിയ ധനാഢ്യരായി മാറാൻ വേണ്ടിയിട്ടുള്ള മത്സരത്തിൽ പങ്കെടുത്തിരിക്കുന്ന ആളുകൾ ഉണക്കമീൻ കച്ചവടം മുതൽ അങ്ങ് നമുക്ക് എന്തൊക്കെ കച്ചവടം ചെയ്യാം അതൊക്കെ കച്ചവടം ചെയ്യാനായി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ അവരോടാണ് നമ്മൾ മത്സരിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒരു കാരണവശാലും മത്സരിക്കാൻ ഒക്കാതെ അവർ അന്താളിച്ച് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് സൗത്ത് വിഷനും അതോടൊപ്പം തന്നെ കേരള കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ കേരള വിഷൻ അടക്കമുള്ള ചാനലുകൾ, ആ വിഭാഗത്തിൽപ്പെടുന്ന വലിയ ഒരു സംഘം ആളുകൾ ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇത് നാട്ടിലെ എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുവാൻ കഴിയുന്ന പ്രാപ്തിയുള്ള ഒരു വിഭാഗമാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സമൂഹത്തിലുണ്ടാക്കാൻ, അതുണ്ടാക്കിയെടുക്കാൻ, അത് ഗുണകരമായി മേഖലയ്ക്ക് മാറ്റിയെടുക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ ക്യാമ്പയിനെ മാറ്റിയെടുക്കാൻ കഴിയും. അത് സംയുക്തമായ നമ്മുടെ പ്രവർത്തനത്തോടെ ആകട്ടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാൻ. ഓൺലൈൻ വ്യാപാര രംഗത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അറിയേണ്ടുന്നത്, നമ്മൾ സാധാരണക്കാരായിട്ടുള്ള വ്യാപാരികളുടെ, ഞങ്ങളൊക്കെ പങ്കെടുക്കുന്ന വ്യാപാരികളുടെ യോഗത്തിലൊക്കെ വ്യാപാരികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതും വിശകലനം ചെയ്യുന്നതും. എന്നാൽ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, സാധാരണക്കാരായ ജനങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത്,
ഇത് വ്യാപാരികൾക്ക് മാത്രമുണ്ടാകുന്ന വിഷയമോ അവരെ മാത്രം കെടുതിയിലേക്ക് വിടുന്ന വിഷയമോ മാത്രമല്ല, ഇത് നമ്മുടെ നാടിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ കടക്കൽ കത്തിവയ്ക്കുന്ന, നാടിൻ്റെ വികസനത്തിന് ഒട്ടും യോജിക്കാത്ത തരത്തിലുള്ള ഒരു പ്രവണതയാണ് എന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. എവിടെയാണ് എന്ന് നോക്കുമ്പോൾ, ഇതിപ്പോൾ ഞങ്ങളൊക്കെ പാർലമെൻറ്റ് മാർച്ച് നടത്തിക്കൊണ്ട് ഞങ്ങളൊക്കെ സൂചിപ്പിച്ചത് എന്താണ്? ഓൺലൈൻ വ്യാപാര രംഗത്ത് കാര്യമായ നികുതി ഘടന ഏർപ്പെടുത്തിക്കൊണ്ട്, എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരുവിധം നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളുടെ പരിധിയിലേക്ക് ഈ സമ്പ്രദായത്തെ കൂടി കൊണ്ടുവരണം. ഞങ്ങൾ ആവശ്യപ്പെടുന്ന 28% നികുതി ഓൺലൈൻ വ്യാപാരത്തിന് ഏർപ്പെടുത്തുകയും ആ നികുതി സമ്പ്രദായത്തിൻ്റെ അതിൻ്റെ ആ വലയത്തിലേക്ക് ഈ വ്യാപാരത്തെ, ഈ വ്യാപാര രീതിയെ കൂടി കൊണ്ടുവരികയും ചെയ്യണം. അല്ലാതെ 28% ഓൺലൈൻ വ്യാപാരത്തിന് നികുതി ഏർപ്പെടുത്തിക്കൊണ്ട് ഗവൺമെൻറ് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടത്, വ്യാപാര സമൂഹം ആവശ്യപ്പെട്ടത് നടത്തിയിട്ടുണ്ട് എന്ന് ഊറ്റം കൊണ്ടിട്ട കാര്യമല്ല. പക്ഷേ അതിൻ്റെ ആ വലയത്തിലേക്ക് ആ വ്യാപാരത്തെയും ആ പ്രക്രിയയും കൊണ്ടുവരാൻ കഴിയണം. 28% നികുതി ഏർപ്പെടുത്തിയാൽ നമ്മുടെ രാജ്യത്ത് നമ്മളൊക്കെ കൂടി പിരിച്ചു കൊടുക്കുന്ന നികുതി ചെന്നെത്തുന്നത് പോലെ തന്നെ ആ വ്യാപാരത്തിലൂടെ നികുതി ചെന്നെത്തും എന്ന് മാത്രമല്ല, വിലയുടെ അന്തരത്തിൽ സാധനങ്ങൾ വിൽക്കപ്പെടുമ്പോൾ നമ്മളായ സാധാരണപ്പെട്ട വ്യാപാരികൾക്ക് മത്സരിക്കാൻ കഴിയാതെ വരുന്ന ആ മേഖലയിൽ നമുക്കും മത്സരിക്കാൻ കഴിയും. ഈ വലിയ വമ്പൻ കമ്പനികളോട് നമുക്കും വിലയുടെ, സാധനങ്ങളുടെ വിലയുടെ കാര്യത്തിൽ മത്സരിക്കാൻ കഴിയും. മാത്രമല്ല, അഥവാ ഒരുപക്ഷെ നമുക്ക് അത്രത്തോളം എത്താൻ കഴിഞ്ഞില്ലെങ്കിലും സാധാരണക്കാരായ ജനങ്ങൾ ഈ അവസ്ഥ മനസ്സിലാക്കിയാൽ നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പിന്, വികസനത്തിന് എന്നും ആവശ്യമായിട്ടുള്ള ഒരു വിഭാഗമാണ് കേരളത്തിലെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ചെറുകിട വ്യാപാര രംഗത്ത് നിൽക്കുന്ന ആളുകൾ എന്നുള്ള തിരിച്ചറിവുണ്ടായാൽ അവരെ നിലനിർത്താൻ വേണ്ടി ഒരു ചെറിയ സമീപനം അവർക്കും എടുക്കാൻ കഴിയും. താൽക്കാലിക ലാഭം നോക്കി, സാമ്പത്തിക ലാഭം നോക്കി സാധനങ്ങൾ വാങ്ങുന്നതിന് പകരമായി നാടിൻ്റെ നിലനിൽപ്പിനും ഈ സമൂഹത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രക്രിയയിൽ ഞങ്ങളും ഇടപെടുന്നു, ഞങ്ങളും അതിന് ഭാഗവാക്കാകുന്നു എന്ന മനസ്സോടുകൂടി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കും വ്യാപാരികളെ സ്വീകരിക്കാൻ കഴിയും. നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ, സാധാരണക്കാരെ ജനങ്ങളൊന്ന് ആലോചിക്കുമ്പോൾ, ഈ നാടിൻ്റെ സർവ്വതോന്മുഖമായിട്ടുള്ള വികസന പ്രക്രിയയിൽ ഇവിടെ എന്താപത്തുണ്ടായാലും ആ ആപത്തിനെ ആ ആപത്ത് ഘട്ടത്തിൽ ആപത്തിൽപ്പെട്ടവരെ സഹായിക്കുവാനുള്ള ആ വലിയ ദൗത്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള വ്യാപാരികളല്ലേ? ആമസോണും ഫ്ലിപ്കാർട്ടും വയനാട്ടിൽ വന്ന് എന്തെങ്കിലും സഹായം ചെയ്തതായി ഞങ്ങൾക്കറിവില്ല. നമ്മളങ്ങനെ ഓൺലൈനിലൂടെ ഒരു സാധനം വാങ്ങുമ്പോൾ, ആമസോണിലൂടെ ഓർഡർ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം, അവർ നാടിന് വേണ്ടി ചെയ്തിട്ടുള്ള എന്ത് സേവനമുണ്ട്. മറിച്ച് നമ്മുടെ ഈ നാടിൻ്റെ സമ്പത്ത് അത് ചൂഷണം ചെയ്ത് നമ്മൾ പോലും അറിയാതെ അന്യരാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന പ്രക്രിയയിലല്ലേ അവർ ഇടപെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ചാൽ, രാജ്യസ്നേഹമുള്ള ഒരാളിനും അത്തരം പ്രക്രിയയിലേക്ക് പങ്കാളികളാകാൻ കഴിയില്ല. ഓൺലൈൻ വ്യാപാര രംഗത്ത് നമ്മൾ എന്തെങ്കിലും കാരണവശാൽ, ഈ രംഗം ഏറ്റവും സമ്പുഷ്ടമായ കാലഘട്ടം നമുക്കറിയാം. കോവിഡ് കാലഘട്ടത്തിൽ അനിശ്ചിതമായി നീണ്ടുപോയ ആ ക്വാറന്റൈൻ സമയം, ലോക്ക്ഡൗൺ വന്നപ്പോൾ നമുക്കൊക്കെ സാധാരണഗതിയിൽ ഇറങ്ങി സഞ്ചരിക്കുവാൻ പോലും കഴിയാത്ത ഒരവസ്ഥ ഉണ്ടായപ്പോഴാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോലും ഒരുപക്ഷെ ഈ ഓൺലൈൻ വ്യാപാരത്തെ അവലംബിക്കേണ്ടതായി വന്നിട്ടുള്ളത്. അന്നുവരെ ഒരു മധ്യവയസ്സ്, അല്ലെങ്കിൽ അതിന് മേളിലോട്ടുള്ള ആളുകൾക്ക് ഇത് വലിയ ഭൂഷണമൊന്നുമല്ലായിരുന്നു, ആഗ്രഹവുമില്ലായിരുന്നു. നിവർത്തിയില്ലാതെ വന്ന് ആ മേഖലയിലേക്ക് ചെന്നെത്തിപ്പോയ സാധാരണക്കാരായിട്ട് വീട്ടിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ സഹായത്തോടു കൂടി ഓൺലൈനിൽ സാധനം വാങ്ങിയ ആളുകളൊക്കെ ഒരുപക്ഷെ ആ വിലയുടെ അന്തരത്തിൽ എന്തെങ്കിലും ഒരു ആകർഷണീയത തോന്നി അവിടെ ഉറപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ ഇപ്പോൾ വന്നു പോകുന്ന പുതിയ തലമുറയുടെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ കൂടുതൽ ആവേശത്തോടു കൂടിയുള്ള ഒരു ഇടപെടലിൻ്റെ ഭാഗമായി ആ മേഖല കൂടുതൽ തഴച്ചു വളരുകയാണ്. അവിടെയാണ് നമ്മൾ ഈ ക്യാമ്പയിനിലൂടെ ഇത് നമ്മുടെ നാടിനുണ്ടാക്കുന്ന വിപത്ത് സാധാരണ ജനങ്ങളിൽ എത്തിച്ചുകൊണ്ട് ഈ ഓൺലൈൻ വ്യാപാര രംഗത്തേക്ക് ആകൃഷ്ടരായി നിൽക്കുന്ന നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെയൊക്കെ ഇതിൻ്റെ വിവരങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട്
അവരെയൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയണം. അതിന് ഏറ്റവും ഉചിതമായ ഒരു ക്യാമ്പയിനാണ്. അതുപോലെ തന്നെയാണ് മറ്റൊരുപാട് കാര്യങ്ങൾ. സാധാരണക്കാരായിട്ടുള്ള വ്യാപാരികൾക്ക് ദോഷകരമായി നിയമപരമല്ലാത്ത തരത്തിൽ നടത്തുന്ന വഴിയോര വ്യാപാരം പോലും ഈ മേഖലയെ പിടിച്ചുലയ്ക്കുകയാണ്. നമ്മുടെ രാജ്യത്തൊരു നിയമമുണ്ടെങ്കിൽ അത് ആ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാക്കുവാൻ ഭരണരംഗത്തുള്ള അധികാര കേന്ദ്രങ്ങൾ തയ്യാറായാൽ മോട്ടോർ വാഹനങ്ങളിൽ മൈക്ക് ഉച്ചഭാഷണി ഘടിപ്പിച്ചുകൊണ്ട് സാധനങ്ങൾ നമ്മുടെയൊക്കെ കടകളുടെ മുന്നിൽ കൂടെ വിൽപ്പന നടത്തുന്ന വഴിയോര വ്യാപാരികളെ നിയന്ത്രിക്കാൻ കഴിയും. കാരണം മോട്ടോർ വാഹന നിയമമനുസരിച്ച് ഗുഡ്സ് വെഹിക്കിൾ പെർമിറ്റുള്ള വാഹനങ്ങളിൽ പോലും സാധനങ്ങൾ വിൽപ്പന നടത്താൻ പാടില്ല. അത് സാധനങ്ങൾ കയറ്റിറക്ക് അല്ലെങ്കിൽ ഗതാഗതം നടത്തുന്നതിന് വേണ്ടി മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള പെർമിറ്റാണത്. ആ പെർമിറ്റുള്ള വാഹനങ്ങളിൽ ഉച്ചഭാഷണി ഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ കടകളുടെ മുന്നിലൂടെ ഇന്ന സാധനങ്ങൾക്ക് ഇന്ന വിലയെന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് ഗ്രാമാന്തരങ്ങളിലൂടെ ഓരോ വീടുകൾക്ക് മുന്നിലും ഇത് കൊണ്ടു നിർത്തി കുടുംബാംഗങ്ങളെ ക്ഷണിച്ചു വരുത്തി വ്യാപാരം ചെയ്യുന്ന സംസ്കാരം എവിടെ നമുക്ക് തടയാൻ കഴിയും? തദ്ദേശീയരായിട്ടുള്ള ആളുകൾ, നമ്മുടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങളായിട്ടുള്ള ആളുകളെ നമുക്ക് തടയാൻ കഴിയില്ല. പക്ഷേ നിയമപരമായതിന് നിയന്ത്രണം കൊണ്ടുവന്നാൽ നമ്മുടെ യഥാർത്ഥ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിൽ നിന്ന് മാറി നിന്നുള്ള വ്യാപാരത്തിലേക്ക് വഴിയോര വ്യാപാരികളെ മാറ്റി നിർത്താൻ കഴിഞ്ഞാൽ ഇതൊക്കെ നിയമം മൂലം നിയന്ത്രിക്കാൻ കഴിയും. അത്തരത്തിലേക്ക് നിയമപരമായി കൊണ്ടുവരാൻ കഴിയുന്ന മാറ്റങ്ങൾ ഗവൺമെൻറ്റുകൾ കൊണ്ടുവന്നാൽ ഇതിനൊക്കെ താൽക്കാലികമായ അല്ലെങ്കിൽ ഒരു പരിധിവരെയുള്ള ശമനമുണ്ടാകും, മാറ്റങ്ങളുണ്ടാകും. ഇതിനേക്കാൾ വലിയ നമ്മുടെ രാജ്യത്തിന് ദ്രോഹകരമായ തരത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയെ കൂടി അല്പമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിയത്. അതിഥി തൊഴിലാളികളായി നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ആളുകൾ ചില പ്രദേശങ്ങളിൽ നിന്ന് അവർ ഭീഷണിയായി മാറുന്നു. മാത്രമല്ല, നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ നികുതി ഇനത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ പിരിച്ചെടുത്തുകൊണ്ട്, രാജ്യത്ത് പിരിച്ചെടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി നിത്യേനയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന പണം ഈ നാട്ടിൽ അധികമായി ധാരാളമായി എത്തിയിട്ടുള്ള അതിഥി തൊഴിലാളികൾ ശമ്പളമായി വാങ്ങുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഈ നാടിൻ്റെ സമ്പത്ത് ഇവിടെ ക്രയവിക്രയം ചെയ്യാതെ അത് നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിലേക്കും അന്യ രാജ്യങ്ങളിലേക്കും പോകുന്നു. നമുക്ക് ഇത് ഭൂഷണമാണോ? നമുക്ക് എത്ര നാളിങ്ങനെ പോരാതെ വരുമ്പോൾ നികുതി ഇനത്തിൽ വർധനവ് വരുത്തിക്കൊണ്ട് ജനങ്ങളെ വീണ്ടും വീണ്ടും ചൂഷണം ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ചൂഷണം അനുഭവിക്കുന്ന വ്യാപാരികൾ, ലൈസൻസ് ഫീസ് വർധന, വൈദ്യുതി ചാർജ് വർധന, ഏറ്റവും അവസാനം തൊഴിൽ നികുതി വർധന എന്ന് വേണ്ട വാടകയ്ക്ക് കെട്ടിടമെടുത്ത് വ്യാപാരം ചെയ്യുന്ന വ്യാപാരികളുടെ വാടകയ്ക്ക് മേൽ ഒരു GST രജിസ്ട്രേഷൻ ഉള്ളവരായാലും ഇല്ലാത്തവരായാലും നികുതി ഏർപ്പെടുത്തുവാൻ പോലും ആഗ്രഹിച്ച ഒരു ഭരണക്രമം മുന്നോട്ട് പോയാൽ നമുക്കെങ്ങനെ അത് ഭൂഷണമാകും? മറിച്ച് നമ്മുടെ നാട്ടിൽ പ്രത്യുൽപാദനപരമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ നാടിൻ്റെ സമ്പത്ത് വിനിയോഗിക്കാൻ കഴിഞ്ഞാൽ ഈ ചൂഷണം ചെയ്തു പോകുന്ന തരത്തിലേക്കുള്ള ആ പണം അങ്ങനെ ഒഴുകിപ്പോകാതെ നമ്മുടെ നാടിനും കൂടി ഗുണകരമാകത്തക്ക തരത്തിലേക്ക് നിയമവ്യവസ്ഥകൾ ഉണ്ടാക്കിക്കൊണ്ടുവന്നാൽ അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. അങ്ങനെ നിയന്ത്രിക്കുന്ന രാജ്യങ്ങളുണ്ട്, അത് മാതൃകയാക്കണം. വെറുതെയെങ്കിലും വിദേശ പര്യടനങ്ങൾ നടത്തുന്ന അധികാരികൾ, ഭരണകർത്താക്കൾ അത്തരം രാജ്യങ്ങളിൽ കൂടി ആ പര്യടനം നടത്തി ആ നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് അനുയോജ്യമാകുമോ എന്ന് നോക്കിക്കൊണ്ട് അനുയോജ്യമാകുമെങ്കിൽ അത്തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അങ്ങനെയൊക്കെ വിവിധങ്ങളായിട്ടുള്ള തരത്തിൽ നമ്മുടെ നാടിനെ സംരക്ഷിക്കുവാൻ, നമ്മുടെ നാടിൻ്റെ വികസന പ്രക്രിയയിൽ ഏറ്റവും മുൻപന്തിയിൽ ഭാഗവാക്കുകളായി നിൽക്കുന്ന കേരളത്തിലെ ചില്ലറ വ്യാപാര രംഗത്ത് നിൽക്കുന്ന വ്യാപാരികളെ, അവരോടൊപ്പം നിൽക്കുന്ന തൊഴിലാളികൾ, ജീവനക്കാരടക്കമുള്ള ആളുകളെ സംരക്ഷിക്കുവാൻ ആവശ്യമായ നിയമങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയണം. അതിന് ഉതകുമാറുള്ള ഒരു പുനർചിന്തനം, ഒരു വിവേകം ഭരണാധികാരികൾക്ക് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മുഴുവൻ വിഭാഗങ്ങൾക്കും ഉണ്ടാകട്ടെ. ഇവിടെ ഈ വിഷയാവതരണം നടത്തിക്കൊണ്ട് ശ്രീ ബിനോദ് ശിവദാസ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ തദ്ദേശീയരായിട്ടുള്ള ചെയിൻ ഷോപ്പിംഗ് മാളുകളടക്കം നമ്മുടെ MA യൂസഫലി നേതൃത്വം കൊടുക്കുന്ന ലുലു മാളുകൾ, അത് നമ്മൾ കണ്ടിരുന്ന ഇടക്കൊച്ചിയിലെ വലിയ ലുലു മാളല്ല. ഇനി നമ്മുടെ നാട്ടിലൊക്കെ, നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ മിനി മാളുകളായി വരാൻ പോവുകയാണ്. 685ഓളം ശാഖകൾ നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെയായി തുടങ്ങുവാനുള്ള ഒരു പ്രഖ്യാപനമാണ് കൊട്ടിയത്തെ ആ മാളുദ്ഘാടനത്തോടുകൂടി നടത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവിടെ ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ആദ്യമേ നമ്മുടെ തൊട്ടടുത്ത പത്തനാപുരത്ത് വരികയാണ്. നമ്മുടെ വീടിൻ്റെ പരിസരത്ത് എന്താണ് വരുന്നതെന്ന് നമ്മൾ നോക്കിയാൽ മതി. അവിടെയൊക്കെ ഹനിക്കപ്പെടുന്നത്
ചില്ലറ വ്യാപാര രംഗം കൊണ്ട് ജീവിതമാർഗം കണ്ടെത്തിയിട്ടുള്ള വ്യാപാരികളുടെ ജീവിതമാർഗം അടയുകയാണ്. അതിന് അവസാന ആണി അടിക്കുന്നതിന് മുൻപേ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു അവസരമാണ് സൗത്ത് വിഷൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്നോർത്തുകൊണ്ട് അവരെ ആകെ ഈ വലിയ ദൗത്യമേറ്റെടുത്തതിൽ സന്തോഷകരമായി അവരെ ഒക്കെ അഭിനന്ദിച്ചുകൊണ്ട്, ഇത് ഒരു വിഭാഗത്തിന് വേണ്ടി അവരേറ്റെടുത്തിരിക്കുന്ന ദൗത്യം അവർക്കും ദോഷകരമായി ബാധിക്കുന്ന ചില വിഷയങ്ങളിൽ അവർക്കും രക്ഷപ്പെടാനുള്ള പഴുതുണ്ടാകും എന്നിരിക്കലും ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന വ്യാപാര രംഗത്തെ നമ്മുടെ സഹോദരങ്ങളെ സംരക്ഷിക്കുവാനുള്ള ആ ദൗത്യമേറ്റെടുത്തതിൽ ഏറെ സന്തോഷത്തോടെ അവരെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് വ്യാപാരി സമൂഹമാകെ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ക്യാമ്പയിന് എല്ലാവിധ ഭാവി പ്രവർത്തന വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.